ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്, നവംബർ 1 ആണ്. അപ്പം എന്താ പറയുക, വെറുതെ ഇന്നിപ്പോൾ തോന്നി ഒരു പായസം കുടിച്ചാലോ. പായസം എന്ന് പറയുമ്പം ലൈക്ക് വലിയൊരു ബിൽഡപ്പുള്ള വലിയ പായസം ഒന്നുമല്ല, പക്ഷെ ഇരുന്നപ്പോൾ ഒരു കൊതി തോന്നി. ചെറുതായിട്ടൊരു പാൽപ്പായസം അങ്ങനെ ഇതിൽ കുടിക്കാമെന്നുള്ളത്. എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല. പോയിന്റ് ടു ബി നോട്ടഡ്. ആൻഡ് ലൈക്ക് ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ നട്ട്സ്, റൈസിൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലില്ല. ലൈക്ക് അതായത് പായസം ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് ഇതൊന്നും ഇല്ല. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. എത്രത്തോളം സക്സസ് ആവുമോ അതോ ഫെയിലറായി പോകുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ പാലെടുത്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് കറക്റ്റ് അളവ് പറയാനൊന്നും അറിയില്ല, ഒരു ഏകദേശം ഞാൻ ഒരു കണക്കിനെടുത്തതാണ്. പിന്നെ ഇവിടെ നമുക്കിപ്പം സാധാ പാത്രത്തിലൊന്നും നോർമലി ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ള വെസലിലായിരിക്കും ചെയ്യുക. പക്ഷെ ഇവിടെ ഇപ്പം സാധാ പാത്രത്തിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ചൂടാകാൻ നല്ല ടൈം എടുക്കും. ആൻഡ് നല്ല ഡിഫിക്കൽട്ടുമാണ്. സോ ഞാൻ കുക്കറാണ് ചൂസ് ചെയ്തത്. ആൻഡ് ഇപ്പം ഞാൻ ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചെറുതായിട്ട് ലൈക്ക് നമുക്ക് ബോയിൽ ചെയ്യാൻ തുടങ്ങണം. ബോയിൽ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവുന്ന സമയത്ത് നമുക്ക് അരിയിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എത്രത്തോളം ഇത് സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ്. പാളിപ്പോയാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവില്ല. സക്സസ് ആയാലും ഈ വീഡിയോ ഫുൾ ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ സോ ഞാൻ അവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ലൈക്ക് നോർമലി പായസത്തിന് എടുക്കുന്ന അരി ഇതല്ല, ആക്ച്വലി ഇതല്ല. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് ഈ ഒരു അരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ലൈക്ക് ഇതൊരു പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്ര ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അരി ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് തിളയ്ക്കണം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ലൈക്ക് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇത് എത്രത്തോളം സ്യൂട്ടാവും, എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമുക്ക് നോക്കാം. ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ആസ് പെർ റെസിപ്പി നമ്മൾ പാലിനകത്ത് അരിയിട്ട് വേവിക്കണം എന്നുള്ള രീതിയാണല്ലോ. അപ്പം അങ്ങനെ തന്നെ ഒന്ന് ട്രയൽ നടത്തി നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം പാലിങ്ങനെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ഡിസ്ക്ലൈമറായിട്ട് തന്നെ പറയുകയാണ്, ഇത് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല. ഇതാണോ ലൈക്ക് ഇങ്ങനെയാണ് റെസിപ്പി എന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ആണ്. എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പം ഇവിടെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഇതുപോലൊരു കുറച്ച് ക്രേവിങ്സ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ ക്രേവിങ്സ് മാറ്റാം എന്നുള്ളൊരു ഓപ്ഷനല്ലേ നമുക്കിപ്പോൾ ഉള്ളൂ. സോ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എനിക്കും തോന്നി. അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് എങ്ങാനും ബൈ ചാൻസ് സക്സസ് ആയാൽ നമുക്ക് പറയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇപ്പം തോന്നിയൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് എടുത്ത് കളയാമെന്ന്. അതാകുമ്പം അറിയില്ല ഇനി ഇത് ഫെയിലറായി പോകുമോ എന്നുള്ളതൊന്നും. നോക്കാം നമുക്ക് എന്തായാലും. ആൻഡ് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്നും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോ അതും ലൈക്ക് ഞാനൊരു ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല. ഏകദേശം ഞാനൊരു അസംഷനിൽ ആണ് എടുക്കുന്നത്. ഇത് എത്രത്തോളം കറക്റ്റ് ആകും എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഏകദേശം ഒരു ധാരണയിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
ഏകദേശം ഒരു 4 സ്പൂൺ എന്താണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബിക്കോസ് അത്രയും എടുത്തത് എന്താ എന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നന്നായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് ഉള്ളത്. അപ്പം ലൈക്ക് മധുരം കുറച്ച് കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര മധുരമുള്ള പഞ്ചസാര അല്ല ഇത്, കുറച്ച് മധുരമേ ഉള്ളൂ. അപ്പം ഞാനൊരു 4 സ്പൂൺ ഇട്ടതാണ്. ഏകദേശം ഒരു 4 സ്പൂണൊക്കെ മതിയാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം എന്തായാലും നമുക്കിതൊന്ന് എന്താണ് ഒന്ന് ഇതിൻ്റെ കുക്കറിൻ്റെ ലിഡൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ആക്ച്വലി നോർമലി നമ്മൾ സാധാ രീതിയിൽ നമ്മൾ പായസം വയ്ക്കുമ്പോൾ ലൈക്ക് കുക്കറിലല്ല വെക്കുക. പക്ഷെ ഇതിപ്പോൾ പെട്ടെന്നാകാനും ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം. ഞാനങ്ങനെ കുക്കറിൽ ലിഡൊക്കെ ക്ലോസ് ചെയ്ത് വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 2 വിസിൽ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2-3 വിസിൽ മതിയാകും. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഒരു തണുപ്പൊക്കെ വെച്ചിട്ട് അതൊന്ന് റെഡിയായി എടുക്കാൻ ആ ഒരു ടൈം മതിയാവും. പിന്നെ നമുക്ക് പതിയെ ഒന്ന് അതിൻ്റെ ഒരു പ്രഷറൊക്കെ മാറിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വല്ലാണ്ടൊന്ന് ഇതായിപ്പോവും. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് നോക്കണം ഒരു ഏകദേശം കൺസിസ്റ്റൻസി ആവുന്നോ എന്നുള്ളത്. അപ്പം എന്തായാലും അത് കുക്കാവട്ടെ. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം ആ ഒരു ഫോമിലൊക്കെ ഇങ്ങനെ കുറുകെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊക്കെ അങ്ങനെ നമുക്ക് ആ ഒരു ഫോമിലൊക്കെ തന്നെ ആയിട്ട് വരുന്നുണ്ട് ഏകദേശം. അതുകൊണ്ട് ഫ്ലോപ്പ് ആയിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു കട്ടിക്കൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു തിക്നെസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ പായസം ഏകദേശം ഒരു കറക്റ്റ് ഫോമിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് വേപ്പേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് നമുക്കിനി കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മിൽമയുടെ നെയ്യാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി ഉണ്ടാക്കാമല്ലോ, അല്ലെങ്കിൽ നെയ്യ് ദോശ ഇട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒരു ഉപകാരം ഉണ്ടായി, പായസം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് നെയ്യെടുക്കാം. ഞാനിപ്പം ഒരു ഏകദേശം കണക്കിലിങ്ങനെ എടുക്കുകയാണ്. അത്യാവശ്യം കുറച്ച് കട്ടി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുവെ ഒരു കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെയ്യും എണ്ണയൊക്കെ നന്നായിട്ട്, നെയ്യ് അത്ര കുഴപ്പമില്ല, എണ്ണ നന്നായിട്ട് ഫ്രീസാകും. അപ്പം നെയ്യ് ഞാൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇടട്ടെ ഇതിനകത്തേക്ക്. ഞാൻ കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏകദേശം നമ്മുടെ പായസം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിസ്മിസ്, നട്ട്സ് ഇതൊക്കെ നമുക്ക് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ.
നമ്മളെപ്പോഴും പായസം വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ലൈക്ക് അതുപോലെയൊക്കെ ഗാർണിഷ് ചെയ്തിടാൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ബട്ട് എൻ്റെ കയ്യിലിപ്പം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇല്ല, നിലവിൽ ഒന്നും തന്നെ ഇല്ല. ആകെ കുറച്ച് പിസ്ത മാത്രമേ ഉള്ളൂ. പക്ഷേ പിസ്ത നമുക്ക് പായസത്തിൽ ഇടാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പായസം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു, ബിക്കോസ് ആ ഒരു ഫിനിഷിങ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സോ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇതങ്ങ് ഒരു പായസമൊക്കെ ആകുമ്പോൾ കുറച്ച് നെയ്യ് വേണമല്ലോ. എന്തായാലും നമ്മുടെ ഈ പായസത്തിനകത്ത് വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല. അപ്പോൾ കുറച്ചൊരു ആ ഒരു നമ്മുടെ ഒരു പായസമാണ് എന്നൊരു ഫീല് തരുന്നതിലൊരു കാര്യമാണ് നെയ്യ് എന്നുള്ളത്. അപ്പം അതുകൊണ്ടതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ഞാൻ പായസം ഈ ഒരു ചെറിയൊരു ബൗളിലേക്ക്, ഈ ഒരു സ്റ്റീൽ ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇങ്ങനെ കുറുകി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ എന്താ പറയുക, പിന്നെ നട്ട്സും അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പായസത്തിൻ്റെ ഫിനിഷിങ് തോന്നില്ല. പക്ഷെ നല്ല പായസത്തിൻ്റെ നല്ല മണമുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സോ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം സക്സസ് ആയി എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിവേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നൈസ്. പായസമായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ബട്ട് എനിവേ അത് ഒരു ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എനിവേ ഐ ആം സോ ഹാപ്പി. അപ്പം ഇതുപോലെ എന്നെപ്പോലെ ഇങ്ങനെ വീടൊക്കെ വിട്ട് മാറി നിൽക്കുന്ന, വേറെ സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന കുട്ടികൾക്കും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം കാണിച്ചത്. അപ്പം എനിവേ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇവിടെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. ഇനി ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.